നയൻതാര ബിഹൈൻഡ് ദ ഫെയറി ടെയിൽ എന്ന് പറയുന്നത് നയൻതാരയുടെ വിവാഹ ഡോക്യുമെൻ്ററിയാണ്. അത് ഇന്നലെയാണ് റിലീസായത്. എന്നാൽ ഇതിനു പിന്നാലെ ഒരുപാട് വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി നിൽക്കുന്നത് നയൻതാരയും ധനുഷുമാണ്. കാരണം നയൻതാരയുടെ വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സ് 25 കോടി രൂപയ്ക്ക് മേടിച്ചു. നയൻതാരയുടെ ആരാധകരൊന്നും നയൻതാരയുടെ വിവാഹ വീഡിയോയോ ഫോട്ടോസോ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. എന്നാൽ എല്ലാവരും നെറ്റ്ഫ്ലിക്സ് വഴി നയൻതാരയുടെ വിവാഹ വീഡിയോ കാണുവാണ് ഈ ഡോക്യുമെൻ്ററി വഴി. എന്നാൽ നയൻതാരയും ധനുഷും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നയൻതാര 10 വർഷം മുമ്പ് അഭിനയിച്ച സിനിമയാണ് ഞാനും റൗഡിതാൻ. ആ സിനിമ സംവിധാനം ചെയ്ത് നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷാണ്. വിഘ്നേഷിൻ്റെ ആദ്യത്തെ സിനിമയുമാണ് ഞാനും റൗഡിതാൻ. അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിജയ് സേതുപതിയാണ്. എന്നാൽ നയൻതാരയോട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ധനുഷ് പറഞ്ഞിരുന്നു നയൻതാരയുടെ അഭിനയം ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന്. എന്നാൽ അതിൻ്റെ ഒരു ദേഷ്യം നയൻതാര തീർത്തത് അതേ സിനിമയ്ക്ക് തന്നെ 2016 ഫിലിം ഫെയർ അവാർഡ് വാങ്ങി സ്റ്റേജിൽ വെച്ചിട്ട് ഒന്ന് അധിക്ഷേപിച്ച് പ്രസംഗിച്ചു. നന്ദി പറയുന്ന കൂട്ടത്തിൽ ധനുഷ് എൻ്റെ അഭിനയത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ധനുഷ് ഡിസപ്പോയിൻ്റ് ആയതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയൻതാര ഒരു കിണ്ണം കാച്ചി പ്രസംഗമൊക്കെ നടത്തി. അതിനുശേഷമാണ് അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ വളരാൻ കാരണം ധനുഷും നയൻതാരയും. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും റൗഡിതാൻ എന്ന് പറയുന്ന സിനിമയുടെ ബിഹൈൻഡ് ദ സീനിലെ കുറച്ച് ഭാഗങ്ങൾ നയൻതാര ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിഘ്നേഷും നയൻതാരയും അവിടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ആ സീനുകൾ കാര്യങ്ങൾ ഭാഗങ്ങളൊക്കെ നയൻതാര ഈ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പ്രൊഡ്യൂസറായ ധനുഷ് അവർക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അത് ശരിക്കും സ്വകാര്യമായിട്ടാണ് അയാളെ ചെയ്തത്, പേഴ്സണലായിട്ടാണ് അയച്ചത്. എന്നാൽ വിഘ്നേഷ് എന്ത് ചെയ്തു? വിഘ്നേഷിൻ്റെ സോഷ്യൽ മീഡിയ വഴി വിഘ്നേഷ് അത് പബ്ലിഷ് ചെയ്ത് ധനുഷിനെ നാണം കെടുത്തി. അങ്ങനെ പബ്ലിഷ് ചെയ്തപ്പോൾ ധനുഷിന് അത് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമാണല്ലോ. ഒന്നിലെ ഈ സീൻ ഡിലീറ്റ് ചെയ്യണം, അല്ല എങ്കിൽ നിങ്ങൾ 10 കോടി പ്രതിഫലം എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലെറ്ററിനകത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവരത് കൊടുക്കാൻ തയ്യാറായില്ല. അതുമല്ല, നയൻതാര 3 പേജടങ്ങുന്ന മറ്റൊരു ഓപ്പൺ ലെറ്റർ നയൻതാരയുടെ സോഷ്യൽ മീഡിയ വഴി പബ്ലിഷ് ചെയ്തു. ആ ലെറ്റർ എല്ലാവരും കണ്ടു. അതിനകത്ത് നയൻതാര ധനുഷിനെ വളരെയധികം വ്യക്തിഹത്യ ചെയ്താണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത ഇടയ്ക്കും ധനുഷ് മറ്റൊരു ലെറ്റർ കൂടി ഇവർക്ക് അയച്ചു. അതായത് നെറ്റ്ഫ്ലിക്സിനും നയൻതാരയ്ക്കും. എന്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും റൗഡിതാൻ എന്ന് പറയുന്ന സിനിമയുടെ സീനുകൾ ഡിലീറ്റ് ചെയ്യണം, ഇല്ല എങ്കിൽ 10 കോടി തരണം, 10 കോടി തന്നാൽ ഇത് സെറ്റിലാകാം, ഇല്ല എങ്കിൽ അതിലും പ്രതിഫലം കൂടും എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് ലെറ്റർ അയച്ചിരുന്നു. അതിനും നയൻതാര മറുപടി ഒന്നും പറഞ്ഞില്ല. സംഭവം ഓപ്പണായി പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നപ്പം എല്ലാവരും നയൻതാരേനെ സപ്പോർട്ട് ചെയ്തു. ധനുഷ് അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന രീതിയിൽ, അവരൊരു സ്ത്രീയല്ലേ, അവരങ്ങനെ ചെയ്തതല്ലേ, അവരെങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും നയൻതാരേനെ സപ്പോർട്ട് ചെയ്തു. ധനുഷിനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ധനുഷിൻ്റെ നായികയായിട്ട് അഭിനയിച്ചവർ പോലും നയൻതാരേനെയാണ് സപ്പോർട്ട് ചെയ്തത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ മലയാളത്തിലെ കുറേ അറിയപ്പെടുന്ന നടിമാർ പോലും നമ്മുടെ നയൻതാരേനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നയൻതാര ഒരു സ്ത്രീ ആയതുകൊണ്ട് ഭാഗത്താണ് ന്യായം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ന്യായം ആരുടെ ഭാഗത്താണ്? ധനുഷിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ആ സിനിമയുടെ ഒരു സീൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായ ആ വ്യക്തിയുടെ പോലും അനുവാദമില്ലാതെ അവരുടെ ഡോക്യുമെൻ്ററിൽ അത് ഇടാൻ പാടില്ലായിരുന്നു. അതോടൊപ്പം അയാൾ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞ് വക്കീൽ നോട്ടീസാണ് അയച്ചത്. എന്നിട്ടും അത് രഹസ്യമായി പ്രതികരിക്കാതെ പരസ്യമായി പ്രതികരിച്ച് ഒരു വൈരാഗ്യത്തിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ നടന്ന ഒരു കാര്യം, ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ പല നടിമാരും, ഈ മലയാളത്തിലെ നടിമാർ മാത്രമല്ല തമിഴിലെ നടിമാർ പോലും നയൻതാരേനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ തെറ്റ് ചെയ്തത് നയൻതാരയാണ്, എന്നാൽ പോലും സപ്പോർട്ട് നയൻതാരയ്ക്കാണ്. എന്നാൽ ന്യായമത്തിൻ്റെ പക്ഷത്ത് നിന്നാണ് ധനുഷ് പറയുന്നത്, എന്നാൽ പോലും ധനുഷിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ മലയാളത്തിലെ നടിമാർ നയൻതാരേനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതേ നടിമാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാന്ദ്ര തോമസിനെ അവരെ ആരും സപ്പോർട്ട് ചെയ്തില്ല. കാരണം സാന്ദ്ര തോമസ് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നടിമാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയും, തോമസ് ഒരു നടിയും അതുപോലെ നിർമ്മാതാവും കൂടിയാണ്. അപ്പോൾ ഈ നടിമാർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് സാന്ദ്ര തോമസ്. എന്നിട്ട് പോലും സാന്ദ്ര തോമസിനെ അവരുടെ സംഘടന പുറത്താക്കിയപ്പോൾ ആരും അവരെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. അവരും ഒരു സ്ത്രീയാണ്. നയൻതാര മാത്രമല്ല സ്ത്രീ, ഈ സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ നടിയും ഒരു സ്ത്രീ തന്നെയാണ്. എന്നാൽ ആരും അതിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായില്ല. എന്നാൽ നയൻതാരനെ ധനുഷ് വ്യക്തിഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് നയൻതാരയ്ക്ക് ഐക്യദാർഢ്യം പറയുന്ന നടിമാരാരും സാന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഇവിടെ ഒരിക്കലും ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതെ അന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് പലരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.